ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസത്തെ വ്ളോഗാണ്. ആലുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. മാഷാ അല്ലാ, ആലു അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ വിശേഷങ്ങളെല്ലാം വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് ശരിക്കും 2 ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 4 സ്കൂൾ റീഓപ്പൺ ആയിട്ടാണ്. ഇന്ന് സ്കൂളിൽ പോയിന് നമ്മളൊരു 12 മണി സമയത്ത് ആലുവിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകല. പിന്നെ ഈ വ്ളോഗ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ആലുവിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല സ്കൂളിലേക്ക് പോകാൻ. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. മുഖം നോക്കട്ടെ, സ്കൂളിൽ പോവാൻ ഇഷ്ടമുണ്ടോ ലൂലുവിന്? ഇന്നുന്റെ സ്കൂളിൽ പോവാൻ ഇഷ്ടമില്ല. ഇന്നുന്റെ സ്കൂളിലല്ല, ഇന്നു മേലെ, ഇന്നു ഫസ്റ്റ് ഫ്ലോറിൽ. ലൂല് താഴെ ABCD ക്ലാസ്സിൽ റെയിൻബോ അടിക്കുന്നോ. പിന്നെ ക്യൂട്ട് ആവണ ക്യൂട്ട് മാമിനെയോ ടിഫിൻ ബോക്സ് വാങ്ങി. പിന്നെ അയ്യോ വാട്ടർ ബോട്ടിൽ വാങ്ങി. പിന്നെന്താ വാങ്ങിയേ? പിന്നെ ഹെയർ ബാൻഡ് വാങ്ങി അല്ലേ, ക്ലിപ്പ് വാങ്ങി. എല്ലാം ഇട്ടിട്ട് പോണ്ടേ സ്കൂളില്. ഓള് സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ എന്നെ കരയെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഓളോട് ഭയങ്കര ഹൈപ്പ് കൊടുത്തിന്. മാമെല്ലാം ഭയങ്കര ക്യൂട്ടായിരിക്കും, കുറേ സാധനങ്ങൾ വാങ്ങുക സ്കൂളിൽ പോകുമ്പോൾ. അങ്ങനെ ഓൾക്ക് ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടേനു കേട്ടോ. പിന്നെ അവളവിടെ എത്തി, ഫോമെല്ലാം ഫില്ല് ചെയ്ത്. പിന്നെ ഞാൻ ആലുവിന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയാം. ഓൾക്ക് ടീച്ചർ സ്കൂളിൽ നിന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പേടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ഇടയിലില്ലേ നമ്മൾ അവിടെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത്. പിന്നെ കുറച്ച് ഡോക്യുമെൻസിൻ്റെ കുറവുണ്ടേനു. പിന്നെ ഫോട്ടോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വന്ന് ഡോക്യുമെൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലേനു നമ്മൾ. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള എല്ലാ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. പിന്നെ നമ്മളൊക്കെ ഇല്ലേ ഒരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ. വേറെ വണ്ടിയിൽ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മളെ നെയ്ബറായിരുന്നു. എനിക്കെല്ലാം പരിചയമുള്ളത് തന്നെയാണ്. അങ്ങനെ നെയ്ബർ കം ഫ്രണ്ടായ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവരും കൂടി ഉണ്ടേനു. അവരെ മോനെയും സെയിം ആലുവിൻ്റെ ഒരുമിച്ച് തന്നെ KG1 തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയാൽ. അപ്പോൾ ആലുവിന് സ്കൂളിലേക്ക് പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കാനുള്ള കാരണമില്ലേ ഞാൻ തന്നെയാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇന്നുവും ആലുവും തമ്മിൽ 4 വയസ്സിൻ്റെ ഓൾമോസ്റ്റ് 4 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 4ാമത്തെ വയസ്സെല്ലാം ആയി. ഫസ്റ്റ് എന്താ പറയുക LKG എല്ലാം കഴിയാനായി. പിന്നെ UKG എല്ലാം പോകുന്ന ടൈമിൽ ആലു ചെറുതാണ്. ഈ 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് ആ ഒരു സമയത്തല്ലേ ഇന്നുവിൻ്റെ ബുക്കോ പെന്നോ ഏടെ കണ്ടാലും ആലുവിന് വേണം. ചെറിയ കുട്ടികൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പം ഞാൻ ചെറുതിലെ ഇന്നുവിൻ്റെ ബുക്ക് എടുത്തിട്ട് നോട്ട്ബുക്കിൽ വരഞ്ഞിടുക, കളർ പെൻസിൽ കൊണ്ട് വരഞ്ഞിടുക, ചുമരുമ വരഞ്ഞിടുക, ബുക്ക് കീറുക, അങ്ങനെയല്ലേനു ആലുവിൻ്റെ പണി ചെറുതിൽ. അപ്പം ഞാൻ ചെറുതിലേ ഓൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ മാം അടിക്കും, സ്കൂളിൽ പോയാൽ ഇന്നുവിനെ മാം വഴക്ക് പറയും, അങ്ങനെയെല്ലാം പറഞ്ഞ് ബുക്ക് പെന്നും എടുക്കാൻ നോക്കുമ്പോൾ ഞാൻ പറയും മാം അടിക്കും, പിന്നെ മാം ഷൗട്ട് ചെയ്യും, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിച്ച് വെച്ച്. കാര്യം ചെറുതിൽ അതൊന്നും എടുത്ത് കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതോളം മൈൻഡിൽ കയറി മാം സ്കൂളിൽ നിന്നെല്ലാം പറഞ്ഞാലും നോക്ക് പേടിയായി, ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടായി. അങ്ങനെയാണ് സംഭവം. അതിപ്പോൾ ഓൾക്ക് ഇപ്പോഴും തീരെ അതിനോടൊരു താല്പര്യം ഇല്ലാണ്ടായി, എന്തോ പേടിയായി നോക്ക്. അങ്ങനെ അതാണ് കേട്ടോ റീസണ്. അങ്ങനെ നമ്മൾ അഡ്മിഷനെല്ലാം എടുത്ത് ഇന്നുവിൻ്റെ സ്കൂളിൻ്റെ ടൈം അപ്പോൾ കഴിഞ്ഞിനേനു കേട്ടോ. സ്കൂളെല്ലാം വിട്ട് 2 മണിയാകുമ്പോഴത്തേക്ക് ഇന്നുവിൻ്റെ സ്കൂൾ വിടും. അങ്ങനെ ഇന്നുവിനെ ഞാൻ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച്, ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനു, പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷൂ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷൂവും സോക്സും കൂടി വേണം. അപ്പോൾ 1-2 സാധനങ്ങളെ പിന്നെ ബാക്കിയുള്ളൂ. പിന്നെ കളർ പെൻസിൽ, ക്രയോൺ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി വേണം. പിന്നെ ഈ പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ അതെല്ലാം ഇന്നുവിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ
എനിക്ക് ഫസ്റ്റ് ഇന്നൂനെ ചേർക്കുമ്പോഴല്ലേ ഭയങ്കര കൺഫ്യൂഷൻസും എന്തെല്ലാം വാങ്ങണ്ടേ ഒന്നും അറിയാണ്ടും അങ്ങനെ ഭയങ്കര ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്രാവശ്യം പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ സെറ്റായി. പിന്നെ ബുക്ക് കവർ ചെയ്യാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണേനു. പിന്നെ ഞാൻ തലേ ദിവസത്തെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ, നമ്മൾ ടിഫിൻ ബോക്സ് എല്ലാം വാങ്ങാൻ വേണ്ടി പോയത്. ഞാൻ 2 ഓപ്ഷൻസ് കൊടുത്തു. ഇത് ഞാൻ എടുത്തു കൊടുത്തേ. ഇത് വേണ്ടല്ലോ, മറ്റേ തന്നെയാണല്ലോ ലുലു. ഇത് ഞാൻ എടുത്തു കൊടുത്തേ. ലുലു ഇതിന്റെ ബാഗിന്റെ സൈഡിൽ പോകില്ല, ഇതൊക്കെ ബാഗിന്റെ സൈഡിൽ പോലെ വലിയതല്ലേ. അത് പൊട്ടിയതല്ല, അത് ഉമ്മ ഫിറ്റ് ചെയ്ത് തരും കേട്ടാ. ഇഷ്ടപ്പെട്ടിനാ? ഇതേതാ കളർ ഏതാ? പിങ്ക് ഒന്നും അല്ല. ഇന്നുണ്ട് നല്ല രസമില്ലേ? ഇതെന്നാ മതി. ബ്ലൂവും പിങ്കും അല്ലേ? ലുലുവിന്റെ ഓക്കെ, നീ സെലക്ട് ചെയ്തതല്ലേ? ഇതിന്റെ സ്റ്റിക്കർ അല്ലേ ഇതിൻ്റെ ഉള്ളില്? ബാഗിൽ പോവില്ല. കിറ്റ് ആണെങ്കിൽ ഓക്കെ. സെപ്പറേറ്റ് കിറ്റ് എടുത്തിട്ട് പോകൂലേ? എനിക്ക് സെപ്പറേറ്റ് ബാഗിൻ്റെ കൂടെ സെപ്പറേറ്റ് കിറ്റ് എടുത്ത് പോകുന്ന. പിന്നെ ഇവരെ സ്റ്റഡി ടേബിളിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്ലോക്ക് വെക്കുന്നത് നല്ലതല്ലേ? എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിന്. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്ലോക്ക് നോക്കല. സ്റ്റഡി ലാമ്പ്, ടേബിൾ LED ഡെസ്ക് ലാമ്പ്. ഇത് ബുറൈമിലുള്ള കരാമ സെൻറ്ററാണ് കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനത്തെ നല്ല രസമുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു ട്രാഷ് ഇങ്ങനെ ഡെസ്ക്ടോപ്പിൽ വെക്കുന്ന ട്രാഷ് ഉണ്ടാവില്ലേ, അത് വേണം. അപ്പോൾ അങ്ങനെയെല്ലാം കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടേനു. ഗ്യാപ്പിൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. വേണമെങ്കിൽ ഇങ്ങനെ പാർട്ട് ഇത് കുഴപ്പമില്ല, പക്ഷെ ഇത് ക്വാളിറ്റി ഇല്ല സാർ. ഇവിടെ ഇങ്ങനെ എടുക്കാനും പറ്റും കേട്ടോ. ഇത് പാർട്ടീഷൻ ഇതെല്ലാം ഉണ്ട്, പ്ലാസ്റ്റിക്കെല്ലാം ഉണ്ട്. ഇത് ചൈനീസാ ജപ്പാൻ പ്രൊഡക്റ്റ് എങ്ങാനായിരിക്കുമല്ലോ, അവർക്ക് പിന്നെ വേണ്ട ചപ്സ്റ്റിക്. പിന്നീട് കുറേ ഇതേപോലെ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കുന്ന സൈസിലും പിന്നെ ചിലതാണെങ്കിൽ കുറേ പാർട്ടീഷനിൽ ഉള്ളതെല്ലാം ഉണ്ട്. പക്ഷെ അത്രയും ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട. അങ്ങനെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഒരു 2 പാർട്ടീഷൻ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ആൾക്കും സെയിം കളർ ചേഞ്ച് മാത്രമുള്ളത് നോക്കിയെടുത്ത്. പിന്നെ വൈറ്റ് കളറ് ക്ലിപ്പും ഹെയർ ബാൻഡും എല്ലാം വേണേനു. സ്കൂളിലേക്ക് പിന്നെ വൈറ്റ് കളർ തന്നെയല്ലേ പറ്റും. അങ്ങനെ അതും 2 ആൾക്കും. ഇന്നുൻ്റെ ഹെയർ ബാൻഡെല്ലാം പോയിനു. ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെ സ്കൂൾ ഓപ്പൺ ആവുക എന്താ പറയുക ഏപ്രിൽ 1 കേട്ടോ സ്കൂൾ ഓപ്പൺ ആവുക. പക്ഷേ ഏപ്രിൽ മെയ് ആലൂന് ഞാൻ അഡ്മിഷൻ എടുക്കാനിട്ടാണ്. കാര്യം നമ്മൾ കുറച്ച് നേരത്തെ നാട്ടിലെല്ലാം പോയില്ലേ. അത് കഴിഞ്ഞിട്ട് റീ ഓപ്പൺ ചെയ്യുന്ന 2 മാസത്തെ വെക്കേഷനെല്ലാം കഴിഞ്ഞിട്ട് റീ ഓപ്പൺ ചെയ്യുക ഓഗസ്റ്റ് 1 വീക്കാണ്. അപ്പോൾ അന്നേരമാണ് ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്ത ആലൂന്. കുറേ ആൾക്കാർ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒമാനിൽ ജൂൺ ജൂലൈ ആണ് വെക്കേഷൻ വരുന്നത്, ഓഗസ്റ്റിൽ സ്കൂൾ ഓപ്പൺ ആവും. പക്ഷേ യു എ എല്ലാം ജൂലൈ ഓഗസ്റ്റാന്ന് തോന്നുന്നത് വെക്കേഷൻ വരുന്നത്. ആ കൺഫ്യൂഷനിൽ എന്നോട് കുറേ ആളങ്ങനെ മെസ്സേജ് ആക്കലുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ സംഭവം.
നിങ്ങൾ കണ്ട ഒരു 2 ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അഡ്മിഷനിലെടുത്ത് വന്ന് പിന്നെ ഞാൻ രാത്രിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇന്ന് ആലുവിനെല്ലാം കുറച്ച് നേരത്തെ കിടത്തി ഉറക്കണം. കാര്യം ടൈം ഒന്നവർക്ക് സെറ്റ് ആവണ്ടേ, നാളെ നേരത്തെ എണീക്കണ്ടേ. അല്ലെങ്കിൽ 12 മണിയെല്ലാന്ന് എണീക്കാം, പക്ഷെ നാളെ ഒരു 6-6:30 മണിയാകുമ്പോൾ എണീക്കണം. പിന്നെ എനിക്ക് ബുക്ക് കവർ ചെയ്യാനുണ്ട്, യൂണിഫോം സെറ്റ് ചെയ്ത് വെക്കണം. ഒന്നും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേനു. ലുലു ഉറങ്ങണ്ടേ? വേഗം വേഗം ഉറങ്ങണ്ടേ, നാളെ രാവിലെ സ്കൂളിൽ എണീക്കണ്ടേ. നാളെ രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്നറിയാ? 6:30. രാത്രി വേഗം ഉറങ്ങണം. ഉറങ്ങാ? നാളെ പോണ്ടേ? ഫസ്റ്റ് ഡേ ലുലുന്റെ. എക്സൈറ്റഡാ? ഇഷ്ടണ്ടാ? ഇല്ല? എന്നാ പിന്നെ ഇഷ്ടം വേണ്ട, സാരമില്ല, ഇഷ്ടാവും. ലുലുവിന് കുറച്ച് ദിവസം കഴിയുമ്പോ ഇഷ്ടാവും ട്ടാ. ഇഷ്ടാവും. എല്ലാ കുട്ടികൾക്കും സ്കൂൾ ഇഷ്ടാവും. അങ്ങനെ ആലുവിനെ ഉറക്കി വന്ന് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിന്. ഇതിലിങ്ങനെ ഒരു സ്പൂണെല്ലാം ഇടാൻ വേറെ ഒരു സ്ഥലമുണ്ട്. പിന്നെ സ്പൂണും ഫോർക്കെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഇതുപോലെ 2 സെപ്പറേഷനും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നല്ലോണം ഇഷ്ടമായിന്. അങ്ങനെ അത് വാങ്ങി. പിന്നെ എന്താ പറയുക, പിന്നെ ടിഫിൻ ബോക്സ് ആയാലും കുറച്ച് ദിവസം എന്തായാലും യൂസ് ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതെല്ലാം പോലത്തെ സ്റ്റീലിൻ്റെ എല്ലാം ആണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ആക്കാം. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, യൂണിഫോം ഒന്ന് വെള്ളത്തിലിട്ടെടുക്കണം, പിന്നെ ബുക്കിന് കവർ ചെയ്യണം, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് സ്നാക്ക് ഐറ്റംസും വാങ്ങിനേനു കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്, സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലേക്ക് അയക്കാൻ വേണ്ടി. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, കുറച്ച് ചോക്ലേറ്റും വാങ്ങിനേനു ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടി. ഞാൻ മാമിന് മെസ്സേജ് അയച്ചു നോക്കുമ്പോൾ എന്താ പറയുക, ബുക്സ് എല്ലാം കവർ ചെയ്തിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ചെറിയ കിൻഡർ ഗാർഡനിലാവുമ്പോൾ മാം അവിടെ ബുക്ക് വാങ്ങിയിട്ട് വെക്കും, എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്. ജസ്റ്റ് ഹോംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർ കൊടുത്തയക്കൂ. അങ്ങനെ അപ്പോൾ എല്ലാം കവർ ചെയ്തിട്ട് നാളെ തന്നെ കവർ ചെയ്തിട്ട് മാമിൻ്റെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഈ യൂണിഫോം സെയിം ഇന്നുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ ആ ഒരു വ്ളോഗ് ഞാൻ ഒരു 2-3 വർഷം മുന്നേ ഷെയർ ആക്കി. ആ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ഇന്നുവിൻ്റെ തന്നെ സെയിം യൂണിഫോമാണ് കേട്ടോ. ഇവിടെ കിൻഡർ ഗാർഡൻ്റെ യൂണിഫോം ചേഞ്ച് ആയിട്ടൊന്നുമില്ല. ഇവിടെ യൂണിഫോം അങ്ങനെ മാറൽ കുറവാണ്. നമ്മളെ നാട്ടിലെ പോലെ പെട്ടെന്ന് അങ്ങനെ മാറുമൊന്നും ചെയ്യൂല. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ സ്കൂളിലെ യൂണിഫോം ചേഞ്ച് ആയിട്ടില്ല. ഇന്നുവിനെ ചേർക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പം മാറുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇതാ ഇക്ക വന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. എപ്പോൾ ഇല്ലേ ബുക്ക് കവർ ചെയ്യുമ്പോൾ എല്ലാം ഇക്ക എന്നെ ഹെൽപ്പാക്കലുണ്ട് കേട്ടോ. എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പിന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കുറേ സമയം ഇരിക്കാൻ വേണ്ടി വരും. ഇതിപ്പോൾ കുറേ ബുക്കൊന്നും ഇല്ല, എന്നാലും 2 ആളുണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. നമ്മൾ ആരാ ഫസ്റ്റ് എത്ര കൂടുതൽ കവർ ചെയ്യും, അങ്ങനെ ഒരു ബെറ്റെല്ലാം വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാനെല്ലാം വേണ്ടി തുടങ്ങുക. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് കഴിയും, നമുക്കൊരു മടുപ്പുണ്ടാവില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയ സമയത്ത് ആലു സ്കൂളിൽ പോയി എന്നെല്ലാം പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ട സമയത്ത് ആലുവിന് എത്ര വയസ്സായി എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആലുവിന് 4 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഈ വർഷം ഫെബ്രുവരിയിലേനു ആലുവിന് 4 വയസ്സായ. അപ്പോൾ പക്ഷെങ്കിൽ സ്കൂള് നമ്മൾ പറഞ്ഞ പോലെ 2 മാസം വെക്കേഷനും പിന്നെ നമ്മൾ നാട്ടിൽ പോയല്ലായതുകൊണ്ട് ചേർക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ഈ വർഷം എന്ന് പറയുമ്പോൾ 4 വയസ്സിൽ തന്നെയാണ് ആലുവിന് LKGയിലേക്ക് കറക്റ്റ് ടൈം തന്നെയല്ലേ. പിന്നെ നമുക്ക് 3 വയസ്സിലേ ചേർക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലേനു. എന്തിനാ അത്രയും വേഗം കൊണ്ടുപോയി ചേർക്കുന്നതെന്ന് വിചാരിക്കും. 4 വയസ്സ് തന്നെയാണ് കുട്ടികൾക്ക് ഒരു കറക്റ്റ് ടൈം അല്ലേ. 3 വയസ്സെല്ലാകുമ്പോൾ ഭയങ്കര ചെറുതായി പോകില്ല, അവർ കളിക്കേണ്ട സമയത്തേ പഠിക്കേണ്ട വരൂലേ. അല്ല അത് മാത്രം അങ്ങനെ ആയിപ്പോയതാണ്. പെർഫെക്ഷൻ നോക്കി ഷാമി ചെടിച്ചൊന്ന് സാധനം നോക്കിൻ്റെ അപ്പുറം പൊതി സ്പീഡിലല്ലേ പറഞ്ഞു. സ്പീഡിപ്പോൾ അങ്ങനെ ആയിക്കോളാം. സംടൈംസ് നമുക്ക് ശംഷി ടൈം മാറ്റേഴ്സ്. ആ സമയത്ത് ഇടരുത്.
കാണുന്നു എൻ്റെ കത്തി എനിക്ക് വേണ്ട കൊണ്ടുകൂടി ഇതേപോലത്തെ കത്തിരിയൊക്കെ സാധനം വാങ്ങിട്ടില്ല ഞാൻ എല്ലായിടത്തും ഇഷ്ടംപോലെ എടുത്തു മാക്സിൻ്റെ സാധനം യൂസ് ചെയ്ത് കൊടുത്തേ ഞാൻ വാങ്ങിക്കുന്നത് കത്തിരി കിട്ടിയില്ല ഇത്തിരി പഴത്തെ കത്തിരിക്കാൻ കിട്ടിയില്ല കൊടുത്ത ശേഷം യൂസ് ചെയ്ത് എന്നാലും പോയി ഞാൻ പടാപ്പഴും മിക്ക വന്നിട്ടുണ്ട് ഇല്ല പിന്നെ എന്ത് ചെയ്യുമെന്നറിയാ എഴുതിയിട്ടൊരു പീസ് പേപ്പർ അവിടെ ഒട്ടിച്ച് വെച്ച് കൊടുത്ത് എന്നാൽ മായില്ല ചെക്ക് ചെയ്ത് നോക്കട്ടെ നല്ല മാർക്കും ഞാനുള്ള ഐഡിയ പറഞ്ഞതിന് അങ്ങനെ ബുക്കെല്ലാം കവർ ചെയ്ത് സെറ്റാക്കി വെച്ച് വലിയ ടെൻഷനൊന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ വയറുന്ന് ബട്ടർഫ്ലൈസ് വരുന്നൊരു ഫീലിംഗ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെയായി. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ആലുവിനെ വിളിച്ചിന് കേട്ടോ. കാര്യം ഓളെ എങ്ങനെയാണ് രാവിലെ എണീച്ചാലെന്നൊന്നും നമുക്കറിയില്ല, കരയോ അല്ലെങ്കിൽ കരയാനുള്ള ടൈമും കൂടി മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീപ്പിച്ചിനേനു. അവൾക്ക് ഇഷ്ടമാണ് ചോക്കോസ്. പിന്നെ രാവിലെ തന്നെ വേറെ എന്തും ഫുഡൊന്നും ഉള്ള കഴിക്കാനൊന്നും പോകുന്നില്ല, മുട്ട ഒന്നും എന്തായാലും കൊടുത്താൽ കഴിക്കില്ല. അതുകൊണ്ട് ചോക്കോസ് തന്നെ കൊടുത്ത്. പക്ഷേങ്കിലില്ലേ മാഷാ അല്ലാ ഓള് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കരയുന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലില്ലേ ഓൾക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ പോകാൻ. ഇതാ രണ്ടാളും കുളിച്ച് ഫ്രഷായി. പിന്നെ ഇവിടെ രാവിലെ ഇപ്പോൾ കുളിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, രാവിലെ തന്നെ നല്ല ചൂടുവെള്ളം തന്നെയാണ് പൈപ്പിൽ നിന്ന് വരിക. അതുകൊണ്ട് പിന്നെ ഒരു കുളിക്കാനൊന്നും മടിയൊന്നും ഉണ്ടാവില്ല. നല്ല ചൂടായാലും പുറത്ത് അവൾക്കിപ്പോൾ കുളിച്ചിട്ട് തണുത്തതാണ്. ഇവിടെ പോകുന്നത് നമ്മൾ നിമിഷം ഇതെല്ലാം ഊരി വെക്കണ്ടേ, പാദസരം ഊരി വെക്കണ. ഞാൻ ഗോൾഡെല്ലാം ഊരി വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടൈം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളയെല്ലാം ഊരി വെച്ച് കൊടുത്ത് പാദസരം പിറ്റേ ദിവസം ഊര അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് ഊരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ലേറ്റ് ആവണ്ട അങ്ങനെ വിചാരിച്ച് അതവിടെ വിട്ട് സോക്സിൻ്റെ ഉള്ളിലല്ലേ എന്ന് വിചാരിച്ച് ശരിക്കും സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ഊരി വെച്ചിട്ട് വേണം നമ്മൾ അയക്കാൻ. മാഷാ അല്ലാ നമ്മൾ എല്ലാവരെയും ഒരു പാരൻ്റ് ആയാലില്ലേ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വലിയൊരു ചേഞ്ച് വരെ അവരെ സ്കൂളിൽ അയക്കുമ്പോൾ അവർ ഫസ്റ്റ് യൂണിഫോം ഇട്ട് കാണാനും എല്ലാം ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. എനിക്ക് ആലു യൂണിഫോം ഇട്ട് കണ്ടേറില്ലേ, എനിക്ക് ഇന്നൂനെ പോലെയാണ് തോന്നിയത്. കാര്യം ഇന്നു ഫസ്റ്റ് യൂണിഫോം സെയിം ആയതുകൊണ്ട് എനിക്ക് അതേപോലെ തന്നെ തോന്നുന്നുണ്ടേനു. ഞാൻ നാട്ടിൽ ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്തല്ലേ യൂണിഫോം ഇട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് നാട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞ് ഇന്നൂനെ പോലെ തന്നെ തോന്നുന്നുണ്ടെന്ന്. പിന്നെ എൻ്റെ ഉമ്മാക്കെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു ഫസ്റ്റ് സ്കൂളിൽ പോകുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മ എപ്പോഴും പറയും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നെല്ലാം പറയും. ഊരാൻ പാടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഊരി ഇടാൻ പാടില്ലേ. പിന്നെ ഇന്ന് ഞാൻ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ടേനു. ഇൻഷാ അല്ലാ വരുന്ന വ്ളോഗിലെല്ലാം കാണിക്കാം. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണേ, ഇന്ന് ഓക്കെ കുടിക്കണേ, ഫിനിഷ് ആക്കണേ. നമ്മള് വണ്ടിയിൽ വെയിറ്റ് ചെയ്യേ ലുലു. ലുലു പഠിച്ചു വരുന്നവരെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യേ. ഇട്ടോ ഞാൻ എടുത്തുതരാം. ടിഫിൻ ഇത് ഇതിലുണ്ടേ, ഇതിലാണല്ല ഫുഡ് ഉണ്ടോ? ഫുഡ് ഇട്ട് രണ്ടാളെയും ഇറക്കാൻ വേണ്ടിയിട്ടില്ലേ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നും മാത്രമല്ലല്ലോ, ആദ്യത്തെ പോലെ അല്ലല്ലോ. ഇനിയിപ്പം കുറച്ചും കൂടി നേരത്തെ എല്ലാം റെഡിയാക്കി തുടങ്ങണം. ലുലുവിൻ്റെ മാമിൻ്റെ പേര്
രജനി രജനി ഓർ രജനി മോള് പോയിട്ട് രജനി എന്ന് വിളിച്ചോണ്ട് വാ. രജനി മാം എന്ന് വിളിക്കാം കേട്ടാ. ഓക്കെ, ക്ലാസിന്റെ പേര് KG ഫസ്റ്റ് പറഞ്ഞേ. ഞാൻ KG ഫസ്റ്റ് കണ്ടാല് ആ. KG ഫസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ KG ഫസ്റ്റ് KG ഫസ്റ്റ് ജീവനുണ്ടാവില്ല. KG ഫസ്റ്റ് ലുലുവിന്റെ ക്ലാസിന്റെ പേര്. ഓക്കെ, ഇഷ്ടപ്പെടില്ല ഇന്നലെ പോയിട്ട്? ജീവനുണ്ടാവാ. ജീവനൊന്നും ഉണ്ടാവില്ല. യെസ് ഐ നോ എന്ന് പറഞ്ഞിട്ട് പാടിക്കൊടുക്കണേ. എങ്ങനെയാ പാട്? ABCD മറന്നോ എന്ന് നോക്കട്ടെ. ABCD. എന്നോട് ഇക്ക പറയുന്നുണ്ടേനു ലൂലു എല്ലാം എക്സൈറ്റഡ്, നീയാന്ന് ഭയങ്കര എന്താ പറയുക, എനിക്കാന്ന് എന്തെല്ലോ ഓവർ തിങ്കിങ്ങും എക്സൈറ്റ്മെൻ്റ് എല്ലാം കൂടുതൽ എനിക്കാന്ന്. ശരി തന്നെയാണ്, എനിക്ക് എന്താ പറയുക, എനിക്ക് എന്തെല്ലോ മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. ആള് വലുതായി എന്നുള്ളതും പിന്നെ സന്തോഷവും, പിന്നെ ഓണം അയക്കുമ്പോൾ ഇല്ലേ ഇനിയിപ്പോൾ എന്താ പറയുക, ഇന്ന് സ്കൂളിൽ പോയാലും എപ്പോഴും ആളും ഉണ്ടാവുന്നതല്ലേ, അപ്പോൾ ആ ഒരു മിസ്സിങ്ങും ഉണ്ടാവും. പക്ഷെങ്കിൽ 12 കാലാകുമ്പോഴത്തേക്ക് സ്കൂള് ടൈം കഴിയൂട്ടാ. അപ്പോൾ അങ്ങനെ വലിയ മിസ്സിങ് ഒന്നും തോന്നില്ല. അത്രയും സമയം വൈകുന്നേരം വരെയൊന്നും ഇല്ലല്ലോ, നേരത്തെ പോയി നേരത്തെ വരുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അങ്ങനെ 7:30 ആന്നിട്ടാ രണ്ടാളെയും റിപ്പോർട്ടിംഗ് ടൈം. ഇന്നുൻ്റെ ക്ലാസ്സിലേക്ക് പോയി. നമ്മൾ കറക്റ്റ് 7:30 ആകുമ്പോൾ ഇവിടെ എത്തിയേ. Is it with Parvati? Yes. Parvati, can you shift to the other chair? Shift it here. Good. You're going to sit, okay? So that you can see your friend. Water bottle വേണോ? ലൂലു, ഉമ്മയും വാപ്പച്ചിയും വണ്ടിയിലിരിക്കട്ടാ. ഓക്കെ, ഇങ്ങോട്ടൊക്കെ ബൈ ബൈ പറഞ്ഞു. ബൈ. Your first day to school. Okay. Yes. Come forward. Show your face. Yes. Okay, smile. Shall we start with our prayer? Yes. Yes. So now almost everyone have reached. Okay. Now stand in your place. Everyone stand in your place. Stand here. Stand. I will sing all the seas of the Lord. Forever I will sing. I will sing. I will sing all the seas of. ശരിക്കും പറഞ്ഞാൽ നമുക്കില്ലേ ഓളെ ക്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഓളെന്നാ ചെയ്യുന്നതെന്നിങ്ങനെ നോക്കി നിൽക്കണം എന്നുണ്ടേനു. പക്ഷേ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമുക്ക് അവിടെ നിന്ന് വരാൻ എന്തോ മനസ്സില്ലേനു. പക്ഷേ ഓൾക്ക് കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ ഓൾ കരയാണ്ട് അവിടെ ഇരുന്ന്, ഞാൻ കരയുമെന്ന് വിചാരിച്ചിട്ട് പോയതേനു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാനിതാ തിരിച്ച് റൂമിൽ വന്ന് നമ്മളോളോട് പറഞ്ഞ് നമ്മൾ വണ്ടിയിലിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് എന്തായാലും പിക്ക് ചെയ്യാനും കൂടി പോകണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടില്ല എന്ന് തോന്നുമല്ലോ. ഞാനും കൂടി പിക്ക് ചെയ്യാൻ പോകണം. പിന്നെ ഇല്ലേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിൻ്റെ ഇടയിൽ എപ്പോഴും വരുന്ന കമൻറ്റാണ്, ഇത്താ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ആക്കുമെന്ന്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ കമൻറ്റ്സ്. അപ്പോൾ അങ്ങനെ എന്നോട് ചോദിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഇനി എന്താ അങ്ങോട്ട് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല, പക്ഷെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്നുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് കുറച്ച് എന്താ പറയുക മാസത്തിൽ കുറച്ച് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം പ്രത്യേകിച്ച് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത് ഇൻ്റർവെല്ലിൻ്റെ ECPC എന്ന് പറഞ്ഞ കോഴ്സ്. ഇത് ശരിക്കും മോണ്ടിസറി കോഴ്സാണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിൻഡർ ഗാർഡനിലുള്ള കുട്ടികളെല്ലാം പഠിപ്പിക്കാൻ പറ്റും, നിങ്ങൾക്കൊരു ടീച്ചറാവാം. അപ്പോൾ ഇതില്ലേ ഇൻ്റർവെല്ലിൽ ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിന്. ഇന്നും എല്ലാം ഇൻ്റർവെല്ലിൽ ലിറ്റിൽ ജീനി എല്ലാം ചെയ്യുന്നില്ലേ, ലിറ്റിൽ ജീനി കോഴ്സെല്ലാം ചെയ്യുന്നില്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഇൻ്റർവെല്ലിൽ തന്നെ 100% ജോബ് പ്ലേസ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കും ഇൻ്റർവെല്ലിൽ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുക. അതല്ല ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് GCCയിലായാലും പോവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും.
പിന്നെ ഈ ഒരു കോഴ്സിലില്ലേ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു നല്ല ടീച്ചറാവാന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ നല്ലൊരു പാരൻറ്റും കൂടിയാവും. എൻ്റെ സിസ്റ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. നമുക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇതെങ്ങനെ ഇവർ ക്ലാസ് എടുക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇല്ലേ നമുക്ക് ഓൺലൈനിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അത്രയും നമ്മളെ സ്കില്ല് അവർ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. നമ്മൾ തന്നെ ഒരു ബെറ്റർ പാരൻറ്റും ബെറ്റർ ടീച്ചറും എല്ലാമായി മാറും കേട്ടോ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ. മുന്നേ ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ളവരെ കോൺവെക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കോൺവെക്കേഷൻ സെറിമണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അവർ ഇൻസ്റ്റാ പേജ് ഇൻ്റർവെല്ലിൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ +2 കഴിഞ്ഞവർക്ക് മാത്രമല്ല ഡിഗ്രി BEd എല്ലാം കഴിഞ്ഞവർക്കായാലും ഇതിൽ ജോയിൻ ചെയ്യാം. ടീച്ചേഴ്സ് ആയവർ വരെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഹിന്ദി എല്ലാം പഠിക്കണമെങ്കിൽ അങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് വേണമെങ്കിൽ KG തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് അക്കാദമിക് ലെവൽ ട്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി, എല്ലാ ഡൗട്ടും ക്ലിയർ ആവട്ടാ. അപ്പോൾ ഇതാ ഒരു 12 മണിയായ സമയത്തേക്ക് കോളാക്കി നമുക്ക് കൂട്ടാൻ പോകണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാനോളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകലാം. ഫസ്റ്റ് ഒരു 2-3 ദിവസം കൊണ്ടാക്കാനും പിക്ക് ചെയ്യാനും കൂടി ഞാൻ പോകാമെന്ന് വിചാരിച്ചിന്, എന്നാലൊന്ന് സെറ്റാവുമല്ലോ. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച് അനങ്ങാണ്ടിരിക്കലായിരിക്കും എന്നെല്ലാം. പക്ഷേങ്കിൽ അവൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് മിങ്കിലായി. നമ്മൾ പോകുമ്പോൾ ഡാൻസ് ചെയ്യലേനു. ബാഗെല്ലാം റെഡി ചെയ്യുന്നുണ്ട്. ബൈ വരല്ലോ. ഫ്രണ്ട് ആയാലോ. ഇതാന്നിട്ടാ ഞാൻ നേരത്തെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലേ ഒരു ഫ്രണ്ടിൻ്റെ മോനുണ്ടായിരുന്നു. രണ്ടാളും സെയിം ക്ലാസ്സിൽ തന്നെയാണ്. ബാഗ് ഞാൻ എടുക്കാം, ബാഗ് ഞാൻ എടുക്കതാ. ആ പറഞ്ഞിട്ടില്ലേ ക്യൂട്ടാ മാം? ക്യൂട്ട ഇഷ്ടപ്പെട്ടുന്നാ? നല്ലതാ? മാമിന്റെ പേരെന്നാ അറിയില്ല, ചോദിച്ചിട്ടില്ല. ലൂലുവിനോട് ചോദിച്ചാ പേരെന്താന്ന് മാം? എന്തെല്ലാം ചെയ്ത, എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്ത മാം? പറഞ്ഞിട്ടില്ല. ഓ ഓക്കെ, കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാം അറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല. ഞാൻ ഓരോന്നോളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കില്ലേനു. ഇഷ്ടപ്പെട്ടില്ലേ സ്കൂള്? അടിപൊളി, സൂപ്പർ അല്ലേ? ഇതാവുമ്പോ പറഞ്ഞ ഫസ്റ്റ് സൂപ്പർ ആയിരിക്കും. റൂമിലെത്തിയവിടെ തന്നെ ഓളോളെ ലപ്പടിനാട്ടാ നോക്കിയേ. എന്താ പറയുക, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചോദിച്ചിട്ടില്ല അപ്പടിൻ്റെ ബാഗിൽ കൊണ്ടോട്ടെ എന്നെല്ലാം. ഓളിങ്ങനെ വിട്ട് നിൽക്കലേ ഇല്ല. എന്നാലും ഇനിയിപ്പോൾ അതെല്ലാം മാറുമായിരിക്കും. ഇന്നും ചെറുതിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഡോളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സ്കൂളിലെല്ലാം പോയി തുടങ്ങിയാൽ അങ്ങനെ ആ ഒരു ടച്ച് വിട്ടുപോയെ. പിന്നെ എന്താ പറയുക, ലഞ്ച് ബോക്സ് എല്ലാം ഫുൾ ഫിനിഷ് ആക്കിന്. ഓൾക്കോളം മാമിനെയും സ്കൂളും എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് തന്നെ പോയവരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എന്താ പറയുക, അത് പിന്നെ നമുക്കും തോന്നിന് അങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷെങ്കിൽ
എന്താ പറയുക ഇത്ര വേഗം ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ലേനു. ബുക്കെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്, എന്താ പറയുക ഹോംവർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാം പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തരുന്നുണ്ടേനു. എത്ര ഫ്രണ്ട്സ് ആയി? 1 ആ 2 ആ 3 ആ? 10 ഫ്രണ്ട്സ് ആ? പാറു അത്രേ ഉള്ളൂ? പാറു ഫുൾ നെയിം എന്നാ? പാറുന്നാ? പാഴുന്നാ? പാർവതി ഇങ്ങോട്ടുവാ. ആരും പേര് അറിയില്ല? അയ്യോ. ഈ വ്ളോഗിൽ ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ടാവും. അതെൻ്റെ അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഓള് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഓളെ ഓക്കെ ആക്കാനും പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ എല്ലാം അറിയാനും ഞാൻ കുറേ ഓളോട് പലതും ചോദിക്കുന്നും പറയുന്നുണ്ടേനു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. ആദ്യമേ തൊട്ട് വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ആലു വേഗം വലുതായ പോലെ ഇല്ലേ? മാഷാ അല്ലാ ഫസ്റ്റ് വ്ളോഗിലുള്ള എത്ര ചെറുതേനു എന്ന് ഞാനിപ്പം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു, ബൈ.